അത് സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ മനുഷ്യ വംശത്തിന് ആവശ്യമായി വരുന്നത് ഒരു ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ്. ആ രാഷ്ട്രം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ അതിർത്തിക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച്, വിഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായ കണക്കുകൾ ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും. ആ കണക്കെടുപ്പ് ഇന്ന് ലോകത്തെമ്പാടും എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കുന്ന കാര്യമാണ്. അങ്ങനെ വിവരങ്ങളില്ലാതെ, ഡേറ്റ ഇല്ലാതെ ഒരു ഭരണകൂടത്തിനും അതിലെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വെൽഫെയർ, ജനങ്ങളുടെ സുരക്ഷിതത്വം, ജനങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശം, മാന്യമായി ജീവിക്കാനുള്ള അവകാശം തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നതിനുള്ള വിവരങ്ങളാണ് സെൻസസിലൂടെ സാധാരണ നിലക്ക് നമ്മൾ സമാഹരിക്കുന്നത്. ഏതാണ്ട് 1871 മുതൽ ഇന്ത്യക്കകത്ത് ശാസ്ത്രീയമായ, ആധുനികമായ അർത്ഥത്തിലുള്ള സെൻസസ് നടപ്പിലായി വരുന്നുണ്ട്. അതിപ്പോഴും 10 വർഷത്തിലൊരിക്കലായി അത് നടന്നു വരും. ആദ്യഘട്ടത്തിൽ കൊളോണിയൽ ഇന്ത്യക്കകത്ത് ഭരണാധികാരികളായിരുന്ന ബ്രിട്ടീഷുകാർ നേരിട്ട് തന്നെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ ജീവിതക്രമത്തെ സംബന്ധിച്ചും ആചാരത്തെക്കുറിച്ചുമൊക്കെ അനേക റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെട്ടു. മലബാറിൻ്റെ ചരിത്രത്തിൽ മലബാർ മാനുവൽ എന്ന് പറയുന്ന പുസ്തകം യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യത്തിനായി സമാഹരിക്കപ്പെട്ട വിവരങ്ങളുടെ ഒരു സംഘാതമാണ്. ഇന്നത് മലബാറിനെ കുറിച്ച് പഠിക്കുവാനുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥമായി മലബാർ മാനുവൽ മാറി. മലബാറിൻ്റെ കളക്ടറായിരുന്ന ഉദ്യോഗസ്ഥനാണ് അതിന് വിവരങ്ങൾ സമാഹരിച്ചത്. ഇനി ഈ കാര്യങ്ങൾ പറയുന്നത് സെൻസസ് എന്നത് ആധുനിക രാഷ്ട്രത്തിനകത്ത് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാവുന്നത്. 1871 മുതൽ 1931 വരെ 1931 വരെ ജാതി തിരിച്ചുള്ള സെൻസസാണ് ഇന്ത്യയിൽ എടുത്തുകൊണ്ടിരുന്നത്. 1931 ജാതി തിരിച്ചുള്ള സെൻസസ് ഇനി എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കേണ്ടതില്ല എന്ന് പറയുവാൻ കാരണം? സാധാരണ നമ്മുടെ സോഷ്യോളജിസ്റ്റുകൾ, ഹിസ്റ്റോറിയൻസ് പറയുന്ന ന്യായം, അന്ന് പറഞ്ഞിരുന്ന ന്യായം, ഈ ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കുന്നതിലൂടെ ജാതിയെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി നിലനിൽക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു പടി കൂടി കടന്ന് ജാതി നിർമ്മിച്ചത് തന്നെ സെൻസസ് ആണ് എന്ന് വാദിക്കുന്നവർ വരെ അന്ന് സാമൂഹിക ശാസ്ത്രകാരന്മാർ അന്നുണ്ടായി. എന്തായിരിക്കാം 1931 ശേഷം ജാതി തിരിച്ചുള്ള സെൻസസ് വേണ്ടെന്ന് വെച്ചത്? വിശ്വസനീയമായ ഒരു കാരണം 1920കളിലും 30കളിലുമൊക്കെ ശക്തമായിരുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ, സാമുദായിക പ്രസ്ഥാനങ്ങൾ എന്നിവ ജനതയുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സെൻസസിലെ വിവരങ്ങളാണ് അവർ കൂട്ടിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്നു. മുംബൈ പ്രസിഡൻസിയുടെ നിരവധി സെൻസസ് കണക്കുകൾ ആവർത്തിച്ചത് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. ഈ ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി പൊരുതുന്നവർ ആർക്കും നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ 1930കൾ വരെ ഇന്ത്യക്കകത്ത് വളരെ സജീവമാണ്. ഇത് പലപ്പോഴും ഇന്ത്യയുടെ പരമ്പരാഗതമായ സാമൂഹിക ഘടന, പരമ്പരാഗത സാമൂഹിക ഘടന എന്നാൽ ജാതിബദ്ധമായ സാമൂഹിക ഘടനയും അതിൻ്റെ ഒരു സോഷ്യൽ വിഭാഗം,
അതിൻ്റെ ബഹിഷ്കരണ യുക്തികൾ, മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഭാഷാ സമൂഹങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ തുടങ്ങി നിരവധിയായ വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഒരു ഒളിഗാർക്കി എന്ന് വിളിക്കാവുന്ന വിധം സവർണവും സംഘടിതവുമായ സമുദായങ്ങൾ ഈ അധികാരം പല രൂപത്തിൽ കൈവശപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യക്കകത്തുണ്ടായി. ഇതിനെ അടിസ്ഥാനപരമായി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിവരങ്ങളാണ് സെൻസസിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ആർഗ്യുമെന്റുകളെ നേരിട്ട് ദേശീയ പ്രസ്ഥാനത്തിന്, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക ചിന്തകർക്കോ ഈ കീഴ്ത്തട്ട് സമൂഹങ്ങളോ ന്യൂനപക്ഷ വിഭാഗങ്ങളോ മുന്നോട്ട് വെക്കുന്ന അവകാശത്തെ സംബന്ധിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവർ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അത് നിഷേധിക്കാൻ ആർക്കും കഴിയുമായിരുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇന്ത്യയിൽ ജാതി സെൻസസ് വേണ്ട എന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്നത് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്ത സംഗതിയൊന്നും അല്ല കാസ്റ്റ്. അവർക്ക് ഇവിടെ വന്ന് ബോധപൂർവമായി നിർമ്മിച്ചെടുക്കാവുന്ന ഒരു കാര്യവുമല്ല കാസ്റ്റ്. കാസ്റ്റ് ഈസ് ഹിയർ, കാസ്റ്റ് ഇവിടെ ഉണ്ട്, അത് പലതരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ജാതി അവർ കൊണ്ടുവന്നതാണെന്നും നിർമ്മിച്ചതാണെന്നും അവർ പൊലിപ്പിച്ചെടുത്തതാണെന്നും പറയുന്നത് അതിശയോക്തികളുടെ ഒരു വാദമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പരമ്പരാഗതമായ അധികാരത്തിന് പുറത്തു നിന്ന വിഭാഗങ്ങൾ, സമ്പത്തിന് പുറത്തു നിന്ന വിഭാഗങ്ങൾ അത് ആവശ്യപ്പെടുവാനുള്ള ആധികാരികമായ വിവരങ്ങളുടെ വലിയൊരു സ്രോതസ്സായിരുന്നു 31 വരെയുള്ള സെൻസസ് വിവരങ്ങൾ. അത് വേണ്ടെന്ന്. പിന്നീട് ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ 370 വകുപ്പിൻ്റെ ഭാഗമായി നമുക്ക് ചില കമ്മീഷൻസിനെ നിയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് കമ്മീഷൻ നിയോഗിച്ച് വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാം. സാമുദായിക വിഭാഗം, മതവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാം. ആ പഠിച്ച ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്താം, ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാമെന്നാണ് 370 വകുപ്പ് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഇന്ത്യയിൽ വരുന്ന ഒരു കമ്മീഷൻ കാക്ക കലേക്കർ കമ്മീഷൻ. 50കളുടെ ഒടുവിലാണ് കാക്ക കലേക്കർ കമ്മീഷൻ ഒരു പിന്നോക്ക ജാതികളെ കണ്ടെത്തുകയും അവർക്ക് മതിയായ പ്രാതിനിധ്യം ഭരണമണ്ഡലങ്ങളിലില്ല എന്ന കമ്മീഷൻ വസ്തുതാപരമായി കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുക്കുന്ന കൂടെ കാക്ക കലേക്കറാണ് അതിൻ്റെ അധ്യക്ഷൻ. കാക്ക കലേക്കർ നോട് നെഹ്റു സംസാരിച്ചു എന്നും ഇത് റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറ്റില്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാണ് നിങ്ങൾ റിപ്പോർട്ട് എഴുതി തന്നത് എന്നെ ചോദ്യം ചെയ്തെന്നും അതിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ട് അധ്യക്ഷൻ തന്നെ തള്ളിക്കളയുന്ന ഒരു കവറിംഗ് ലെറ്റർ ഉണ്ടാവുകയും ചെയ്തു. അത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുത്ത് ഒരു കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ കമ്മീഷൻ തന്നെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ് കലേക്കർ കമ്മീഷനിലുണ്ടായി. അതിനുശേഷമാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് 10 വർഷം അത് രഹസ്യമായി സൂക്ഷിക്കുക. 10 വർഷത്തിന് ശേഷം VP സിംഗ് ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ. ഞാൻ പറഞ്ഞത് ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെക്കുറിച്ചുള്ള സവിശേഷ പഠനങ്ങളോ ഭരണഘടനാ ബാഹ്യമായ ഒരു കാര്യമല്ല, ഭരണഘടന ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഭരണഘടന അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബീഹാർ ഗവൺമെൻറ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കാൻ തീരുമാനം. ഇതിനെ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയിലെ ആൾക്കാരുടെ ജാതി വിവരങ്ങൾ ശേഖരിക്കുന്ന സെൻസസ് എന്നാണ് സാധാരണ വായനക്കാർ പത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യവും ബീഹാറിൽ നടന്ന കാര്യം
ജാതി തിരിച്ചുള്ള കണക്കെടുപ്പായിരുന്നില്ല. മറിച്ച് ഓരോ വിഭാഗവും കൈവശം വെച്ചിരിക്കുന്ന റിസോഴ്സസ്, കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ജോലികൾ, കൈവശം വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നിവയാണ് ഈ സർവേയിലൂടെ കളക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സെൻസസ് എന്ന് നമ്മൾ വെറുതെ പറയില്ല. ഈ സർവേ യഥാർത്ഥത്തിൽ ഓരോ വിഭാഗവും കൈവശം വെച്ചിരിക്കുന്ന അവസരങ്ങളുടെയും അധികാരത്തിൻ്റെയും വിഭവങ്ങളുടെയും അളവ് എത്ര എന്ന് കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കാസ്റ്റിൻ്റെ എണ്ണം എല്ലാവർക്കും അറിയാവില്ല. കാസ്റ്റിൻ്റെ എണ്ണം എടുക്കലല്ല, അത് ജാതി തിരിച്ചുള്ള ഓരോ വിഭാഗത്തിൻ്റെയും. ഇന്ത്യക്കകത്ത് നടക്കുന്ന സെൻസസിൽ മതം തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. ജാതി തിരിച്ചുള്ള കണക്കുകൾ SC/ST വിഭാഗത്തിന് മാത്രമേ ലഭ്യമാകുള്ളൂ. വേറെ ഒരു വിഭാഗത്തിൻ്റെ ജാതി തിരിച്ചുള്ള ലിസ്റ്റ് നമ്മുടെ സെൻസസ് റിപ്പോർട്ടിലില്ല. അവിടെയാണ് ബീഹാർ ഗവൺമെൻറ് എടുത്ത ഈ തീരുമാനം പ്രസക്തമാകും. ബീഹാർ ഗവൺമെൻറ് എടുത്ത തീരുമാനം പിന്തുണച്ചുകൊണ്ട് നിരവധി കോടതി നടപടികളാണ്. അതിലൊന്ന്, ഇത് മനുഷ്യൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം കാസ്റ്റ് സെൻസസ് അനുവദിക്കാൻ പാടില്ല. ജാതി ഒരു സ്വകാര്യമായ കാര്യമല്ല എന്ന് കോടതി വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുകയും ആ നിവേദനം പൂർണ്ണമായി തള്ളിക്കളയുകയും കാസ്റ്റ് സെൻസസിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളൊരു ഹർജിയും അതിനെയും കോടതി തള്ളുകയും കാസ്റ്റ് സെൻസസ് സെൻസസിന്റെ അവകാശം കേന്ദ്ര ഗവൺമെന്റിനാണ്, അതുകൊണ്ട് സംസ്ഥാനത്തിന് സെൻസസ് നടപ്പിലാക്കാൻ അവകാശമില്ല എന്ന ഒരു പെറ്റീഷൻ കോടതിയിൽ തന്നെ. എന്നാൽ 370-ാം വകുപ്പ് പ്രകാരം ഏത് സ്റ്റേറ്റിനും സ്വന്തം സ്റ്റേറ്റിലെ ജനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ അവകാശമുണ്ട്. അങ്ങനെ ഒരു പഠനമാണ് ബീഹാറിൽ നടന്നിരിക്കുന്നത്. അത് നിഷേധിക്കാൻ കോടതിക്കാവില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഞാൻ ഈ കാസ്റ്റ് സെൻസസ് തുടക്കം മുതൽ തന്നെ വിവാദമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കാസ്റ്റ് സെൻസസിനെ ഭയപ്പെടുന്നത് ആരാണ്? തുടക്കം മുതലേ ചിലർ ഭയപ്പെടുകയാണ് അതിനെ. കോടതി നടപടികളിലൂടെ, അതിനെതിരെയുള്ള പ്രചാരണങ്ങളിലൂടെ ഒക്കെ തുടക്കം മുതൽ തന്നെ ഇതിന് കനത്ത എതിർപ്പ് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായ ഒരു കാരണം ബോധ്യപ്പെട്ടാൽ മാത്രമേ കാസ്റ്റ് സെൻസസിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ പ്രാധാന്യം, റെലവൻസ് നമുക്ക് ബോധ്യമാകും. റിസർവേഷനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ആവറേജ് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു വില കുറഞ്ഞ അനധികൃതമായ ഇടപാടാണ് റിസർവേഷൻ എന്നാണ്. ഇവിടെയുള്ള മുഖ്യധാരയിലെ പല ബുദ്ധിജീവികളും വളരെ ശാസ്ത്രീയമായ ടെർമിനോളജി ഉപയോഗിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ഇതെന്തോ അനധികൃത തട്ടിപ്പാണ് നടക്കുന്നത് ഒരു വിചാരം. രണ്ടാമത്തെ ഒരു വിചാരം, കേരളം പോലുള്ള ഒരു സ്ഥലത്ത് രണ്ടാമത്തെ ഒരു വിചാരം സംവരണം പട്ടികജാതി പട്ടികവർഗത്തിന് മാത്രമുള്ളതാണ്, അവരുടെ കച്ചേരിയാണ് രണ്ടാമത്തെ ഒരു. ഇത് രണ്ട് ക്ലിയർ ചെയ്യാതെ നമുക്ക് ഈ സംവരണത്തിന്റെ യഥാർത്ഥത്തിലുള്ള റെലവൻസ് എന്തെന്ന് മനസ്സിലാവും. ആദ്യത്തെ കാര്യം എടുത്താൽ ഇതിന് അനധികൃതമായ യാതൊരു കാര്യവുമില്ല എന്ന് ഇന്ത്യ ചരിത്രം തെളിയിക്കും. 1914 ലക്നൗ പാക്ട് എന്ന് പറയുന്ന ഒരു പാക്റ്റിൽ അലി സഹോദരന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി എഗ്രിമെന്റ് ഒപ്പിടുന്നു. ലക്നൗ പാക്ട് എന്നാണ്. അതിൽ അവർ ആവശ്യപ്പെട്ടൊരു കാര്യം, ഇനി ഉണ്ടാകാൻ പോകുന്ന ഗവൺമെന്റിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം നിർബന്ധമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷ മതം ഈ അവസരങ്ങൾ മുഴുവൻ കൈയടക്കാൻ സാധ്യതയുണ്ട്.
ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഞങ്ങൾ അധികാരത്തിന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ റെമഡി എന്ന നിലക്ക് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കൂടി പങ്കാളിത്തമാണ്. ഞങ്ങളുടെ കൂടി ഗവൺമെന്റിന്റെ ഭാഗമായി എന്താ പറയുക, ആ എഗ്രിമെന്റിൽ കോൺഗ്രസ് സമ്മതിക്കുന്നു, കോൺഗ്രസ് ലക്നോ പാക്ടിൽ പോകും. എന്നാൽ ഇന്ത്യൻ സമൂഹത്തിനകത്ത് പുറന്തള്ളപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നത് അവരുടെ റെപ്രസെൻറ്റേഷൻ ഗവൺമെന്റിൽ ഉണ്ടായിരിക്കണം. അവരുടെ റെപ്രസെൻറ്റേഷൻ ഗവൺമെന്റിൽ, അത് ഉദ്യോഗത്തിലായാലും പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആയാലും ഒക്കെ അതുണ്ടായിരിക്കും. ഇതാരാണ് ചോദിച്ചത്? അലി സഹോദരന്മാർ ദരിദ്രനാരായണന്മാരൊന്നും ആയിരുന്നില്ല. അലി സഹോദരന്മാർ സാമാന്യ ഭേദപ്പെട്ട സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അവരുടെ ദാരിദ്ര്യം പരിഹരിക്കാനല്ല അവര് ഈ പറയുന്ന റെപ്രസെൻറ്റേഷൻ ചോദിച്ചത്. മറിച്ച് മുസ്ലിം ക്ലാസ് റിലീജിയസ് മൈനോറിറ്റി അവർ പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ടെന്ന്, അതിനാണ് പരിഹാരം ആവശ്യം. രണ്ടാമതൊരു സംഗതി, ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗതമായി തന്നെ സ്വത്ത് സമ്പാദിക്കുന്നത് കുറ്റമായ വിഭാഗമാണ് ഇന്ത്യയിലെ ദളിതർ, ആദിവാസി. സ്വത്ത് സമ്പാദിക്കുന്നത് കുറ്റമാണ്. അടുത്ത കാലത്തും നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും കല്യാണത്തിന്റെ തലേ രാത്രി കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രം കലാപം നടന്ന സ്ഥലമാണ് ഇന്ത്യ. അങ്ങനെ ആഡംബര ജീവിതവും ജീവിക്കാൻ അവന് അവകാശമില്ല എന്നതാണ് അതിന്റെ യുക്തി. അപ്പോൾ ഈ പട്ടിക വിഭാഗങ്ങൾ എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ട ഇന്ത്യയിലെ ദളിതർ, ആദിവാസികൾ എന്നിവർക്ക് സ്വത്ത് സമ്പാദിക്കുവാനും അധികാരത്തിൽ വരുവാനും പാരമ്പര്യമായി തന്നെ ആചാരപരമായി തന്നെ അത് നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നമുക്കിടയിൽ ഞാൻ ദളിത് സമുദായത്തിൽപ്പെട്ടതാണ്. ഞങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല എടുക്കപ്പെടാത്തത്. അതൊക്കെ ഉണ്ടെങ്കിലും എടുക്കില്ല. അത് ഇന്ത്യയുടെ നിയമമാണ്, ഇന്ത്യൻ മനസാക്ഷിയുടെ പ്രവർത്തനമാണ്. ഇന്ത്യൻ മനസാക്ഷി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അപമാനിക്കപ്പെടുന്ന ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മിലിറ്ററി ഓഫീസറായിട്ട് ജോലി കിട്ടുമ്പോൾ അവിടുത്തെ തൂപ്പുകാരനായ അയാൾ സവർണ ജാതിയിൽപ്പെട്ട ഒരാളാണ്. ഇയാൾ ഫയലൊക്കെ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു കഥ നമ്മുടെ ജീവിതകഥയിൽ കാണുന്നുണ്ട്. ധനഞ്ജയ് എഴുതിയ ജീവിതകഥയിൽ കാണുന്നതാണ് സംഭവം. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന അവിടുത്തെ പള്ളിക്കൂടത്തിൽ പോലും പോകാത്തതാണ്. അംബേദ്കർ ആണെങ്കിൽ വിദേശത്ത് പോയി ഉന്നത നിലയിൽ വിദ്യാഭ്യാസം ചെയ്ത് തിരിച്ചു വന്ന ആളും കോട്ടും സ്യൂട്ടും ഇട്ട് അതീവ സുന്ദരനായി വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് നടക്കുന്നതാണ്. ഇതൊക്കെ ആണെങ്കിൽ നീ എന്നെക്കാൾ കുറഞ്ഞവനാണെന്നുള്ള കാര്യത്തിൽ ആ പ്യൂണിന് തർക്കമൊന്നുമില്ലാത്തതാണ് ഇന്ത്യൻ മനസാക്ഷി. ഈ മനസാക്ഷി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിക്കുകയാണ് അയാൾ പ്രേരിപ്പിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ ഒന്നും വേണ്ടെന്നേ, പിണറായി വിജയന് ശബരിമല കാലത്ത് പിണറായി വിജയനെ കുറിച്ച് നായർ സമുദായത്തിൽപ്പെട്ട പാല് കറന്ന് വിറ്റ് ജീവിക്കുന്ന ഒരു ലേഡി സ്ത്രീ പറഞ്ഞൊരു കാര്യം, ജോഗോ എന്ന് പറഞ്ഞാൽ ഈടവര് ശ്രീനാരായണ എന്നൊക്കെ ഇപ്പോൾ വെരിഫൈൻഡ് ആയിട്ട് വിളിക്കുന്ന ജോഗോമാർ. പിന്നെ തെറിയ എന്താ ഒരു മുഖ്യമന്ത്രി തെറി വിളിക്കാൻ ഈ അർത്ഥപട്ടിണിക്കാരിയായ ഈ സ്ത്രീയെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ തെങ്ങിയത്തട്ടെ എന്ന് പറയുന്നത് കാസ്റ്റിസ്റ്റ് വാദമാണ് നമ്മൾ പറയുന്നത്. പിണറായി വിജയനുടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ത്യ കേരളം ഭരിക്കട്ടെ, ഭരണത്തെ കുറിച്ച് നമുക്ക് തർക്കമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അയാൾ തെങ്ങിയത്തണം എന്ന് പറയുന്നതാണ് കാസ്റ്റ്. അപ്പൊ അങ്ങനെ അധികാരത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് അന്തസ്സിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അവരും ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കണം. 1918 ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലുള്ള മുംബൈ, കൽക്കട്ട, ചെന്നൈ പോലെയുള്ള നഗരങ്ങളിൽ വളരെ വലിയ പ്രകടനം ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് നടക്കുന്നു. ആ പ്രകടനത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകാൻ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. വലിയ മാസ് മൂവ്മെന്റായി ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനം വളർന്നു വികസിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യ വിട്ടു പോവുക ബ്രിട്ടീഷുകാർ അത് ദേശീയ മുദ്രാവാക്യമായി മാറുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ ദളിതർ ഒന്നടങ്കം അണിനിരന്നിട്ടുള്ള നിങ്ങൾ പോകാൻ പറ്റും. ബ്രിട്ടീഷുകാരോട് നിങ്ങൾ പോകാൻ പറ്റില്ല, ഞങ്ങളുടെ കാര്യം ഈ വരുന്ന ഗവൺമെന്റിൽ ഞങ്ങളുടെ പങ്കാളിത്തം എന്താണെന്ന് കൂടി തീരുമാനിച്ച് നിങ്ങൾ പോയാൽ മതി, അല്ലാതെ നിങ്ങൾ പോയാൽ ഇവിടെ ഞങ്ങളെ ചവിട്ടിക്കൊണ്ടാകുന്ന സാധനം. ഇത് ആന്റി സോഷ്യൽ നിലപാടാണ്, ആന്റി ദേശീയ നിലപാടാണെന്നാണ് ഈ പ്രമുഖ പണ്ഡിതർ പറയുന്നത്. ആ പണ്ഡിതർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഇന്ത്യക്കകത്ത് ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാന പ്രകൃതം മനുഷ്യനെ കൂട്ടിയോജിപ്പിക്കുകയല്ല, മറിച്ച് മനുഷ്യനെ പുറന്തള്ളുക. നമ്മളൊരു ഇഗാലിറ്റേറിയൻ സങ്കല്പത്തിലല്ല നമ്മൾ മനുഷ്യരെ കാണുന്നത്. ഒന്നിനും നമ്മളെക്കാൾ മുകളിലുള്ളത് അല്ലെ നമ്മളെക്കാൾ കാണണം. നമ്മളെപ്പോലെ തുല്യ മനുഷ്യരാണെന്നൊരു സങ്കല്പം ഇന്ത്യക്കില്ല, ഇന്ത്യയുടെ തത്വചിന്തയ്ക്കില്ല, ഇന്ത്യയുടെ എത്തിക്സിനില്ല, ഇന്ത്യൻ ഹിസ്റ്ററിക്കില്ല. അങ്ങനെ അവകാശപ്പെടാൻ എല്ലാവരും ജന്മനാ തുല്യരാണെന്ന് പറയുന്ന ഒരു പാരമ്പര്യം ഇന്ത്യക്ക് അവകാശപ്പെടാം. അങ്ങനെ കാസ്റ്റീസ്റ്റ് ആയിട്ടുള്ള ഒരു ഘടനയ്ക്ക് പൂർണ്ണമായും പുറന്തള്ളിയവരും മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ട ഇതുപോലെ തന്നെ ഞങ്ങളുടെ റിപ്രസന്റേഷൻ ആയിരിക്കണം. അപ്പൊ 28 സൈമൺ കമ്മീഷൻ വരുന്നു. അതിനുശേഷം വട്ടമേശ സമ്മേളനം നടക്കുമ്പോഴൊക്കെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ വാദിക്കുന്നത് ഭാവി ഭരണഘടനയിൽ ഞങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ പറയണമെന്നാണ് നിർബന്ധിക്കുന്നത്, ഗാന്ധിയെ നിർബന്ധിക്കുന്നു. ഗാന്ധി പറയുന്നുണ്ട് ഞാൻ ഇന്ത്യക്കാരൻ മുഴുവൻ പ്രതിദാനം ചെയ്യും. അപ്പോ അംബേദ്കർ പറയുന്നത് ഗാന്ധി വെറുതെ പറയുന്നതാണ്. കാരണം ഞാനാണ് ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഞാനുണ്ട്. മുസ്ലിങ്ങളെ പ്രതിനിധികളിലൂടെ വന്നിട്ടുണ്ട്, ക്രിസ്ത്യാനിയുടെ പ്രതിനിധി വന്നിട്ടുണ്ട്, ജൈനന്മാരുടെ പ്രതിനിധി, ബുദ്ധന്മാരുടെ പ്രതിനിധി വന്നിട്ടുണ്ട്. പിന്നെ ഗാന്ധി ഇത് ആരുടെ കാര്യം പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ വ്യാജ്യമായ അവകാശവാദങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യരുടെ ഈ വിഭാഗങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കണം ഭാവിയിൽ ഉണ്ടാകേണ്ടത് എന്ന ഒരു നിർദ്ദേശം ഇന്ത്യൻ സമൂഹത്തിൽ. അതായത് സാമൂഹിക ബഹിഷ്കരണത്തിൽ നിന്നും ഒരു ദേശരാഷ്ട്രം രൂപം കൊള്ളുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സന്ദർഭം. നിങ്ങൾ 100 പേരെടുക്കും, 10 പേര് ദളിതരെ എടുത്തിരിക്കും. കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ സംഗതി. അപ്പൊ ഈ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കുറ്റകൃത്യമല്ല. നമ്മൾ നിർബന്ധമായി പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് നിയമപരമായി ഉറപ്പിക്കപ്പെട്ട പ്രതിനിധാന അവകാശമാണ്, റെപ്രസെന്റേഷൻ റൈറ്റാണ്. 1972 വരെ ബാങ്കുകളിലും ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലും റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ ഈ റിസർവ് കാറ്റഗറി ആയിട്ടുള്ള ആദിവാസികൾ എത്ര പേരുണ്ടായിരുന്നു? ദളിതർ എത്ര പേരുണ്ടായിരുന്നു? 0 0. കണക്കുകൾ ഞാൻ പിന്നെ പറയാം. ഇപ്പോഴും 0 നിൽക്കുന്ന കണക്ക് വേണ്ട പറയാൻ. അപ്പൊ ഇതൊരു പ്രതിനിധാന അവകാശമാണ് യഥാർത്ഥ റിസർവേഷൻ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചു. രണ്ടാമത്തെ സംഗതി, സംവരണത്തെ കുറിച്ച് ഉള്ള ഈ പത്രപ്രവർത്തകർ, ഇന്ത്യയിലെ പത്രപ്രവർത്തകർ ഒന്നടക്കം, ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ ഒന്നടക്കം സംവരണ വിരുദ്ധരാണ്. അങ്ങനത്തെ ഒരു തർക്കവും വേണ്ട, ന്യൂനപക്ഷ വിരുദ്ധരുമാണ്. അങ്ങനെ ഒരു തർക്കത്തിന് ഇടമില്ലാത്തതും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവര് പറയും ന്യൂനപക്ഷ കാര്യങ്ങളാണ് പറഞ്ഞാൽ ന്യൂനപക്ഷം കുഴപ്പമില്ല, പക്ഷെ അത് തീവ്രവാദികൾ കൂടുതലാന്ന് പറഞ്ഞൊക്കെ പറയാം. ഒരു തെളിവില്ല, ചുമ്മാ പറയാം. ദളിതർ അവര് കുഴപ്പമില്ല, പക്ഷെ അവർക്ക് എന്തുകൊടുത്താലും അവർ നന്നായില്ല. അവരൊരു നിഗമനാണ്, അവർക്ക് എന്തുകൊടുത്താലും നന്നായില്ല. മുസ്ലിങ്ങൾ കുഴപ്പമില്ലാത്തവരാ, പക്ഷെ അവരെല്ലാം തീവ്രവാദികളാണ്. ഇങ്ങനെ പല രൂപത്തിൽ ആണ് നമ്മളെ ഡെമണൈസ് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. അപ്പൊ ഈ റിസർവേഷനെ കുറിച്ച് കേരളത്തിലെ പ്രബലമായ ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ അത് SC വിഭാഗങ്ങളെ എല്ലാ അവകാശങ്ങളും തട്ടിക്കൊടുക്കുവാണ്. അത് എൻ്റെ ഒരു സഹപ്രവർത്തകയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അപ്പൊ അവിടെ ചെന്ന് ഇങ്ങനെ
അവരുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ഒരു ഡിസ്കഷനിൽ എന്നെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ റിസർവേഷനാണ് വിഷയം. ആ റിസർവേഷൻ റിസർവേഷൻ സ്റ്റാൻഡ് വിശദീകരിക്കുക. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെ. ആ കുട്ടി ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ചാനൽ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അവർ എന്നോട് റിസർവേഷൻ പറയുമ്പോൾ ഭയങ്കര കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്ന് വാദിക്കുക. ഈഴവ സമുദായത്തിൽപ്പെട്ട നമ്മളൊരു കാര്യം മനസ്സിലാക്കി, കേരളത്തിൽ ഈ റിസർവേഷൻ ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടുന്നു വസ്തുതാപരമായി അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ 60% റിസർവേഷൻ, 40% ഓപ്പൺ എന്ന് പറയാവുന്ന കാറ്റഗറിയുള്ളൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ സംവരണം കിട്ടുന്ന വിഭാഗം കേരളത്തിലെ ഈഴവരാണ്. 14% സംവരണം. ആ ഈഴവ കുട്ടിയാണ് എന്നെ പഠിപ്പിക്കുന്നത് സംവരണം മോശമാണ്. അപ്പൊ ഈഴവ കുട്ടിയുടെ അപ്പനും പറഞ്ഞു കൊടുക്കുന്നില്ല കുട്ടിയോട് സംവരണം റെപ്രസെന്റേഷൻ ഓഫ് റൈറ്റാണ്. നമ്മളൊക്കെ പണ്ട് ഒഴിവാക്കപ്പെട്ടവരാണ്. കാരണം നമ്മളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഭരണഘടനയിൽ എഴുതി ചേർത്താന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അന്ന് കുട്ടി വിചാരിക്കുന്നത് പട്ടികജാതിക്കാരെന്തോ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഇടപാടായിട്ടാണ്. രണ്ടാമത് മുസ്ലിം 11% കേരളത്തിൽ. പിന്നെ സവർണർ EWS എല്ലാം അറിയാം, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 10%. ഏറ്റവും കൂടുതൽ സംവരണമുള്ള ഈ വിഭാഗം. പട്ടികജാതിക്കാർക്ക് 8% സംവരണം മനസ്സിലാകും. പട്ടികവർഗത്തിൽ വെറും 2%. നാടാർ ക്രിസ്ത്യന് 2%, ലാറ്റിൻ ക്രിസ്ത്യന് 4%, കൺവേർട്ടൽ ക്രിസ്ത്യന് 1%, വിശ്വകർമ്മജർക്ക് 3%, അതർ OBCക്ക് 3%, ദൈവർക്ക് 1%. അങ്ങനെ ടോട്ടലി 60% കേരളത്തിലെ സംവരണം. അപ്പൊ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മുടെ ഒരു പൊസിഷൻ എടുക്കേണ്ടത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാതിരുന്നാൽ നമ്മൾ സംവരണ വിരുദ്ധമായ ഈ വലിയ പ്രചാരണത്തിന്റെ ഭാഗമായി മാറുകയും ഇതെന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് എന്ന ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പൊ അത് ഈ 2 കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷനായിട്ടുള്ള ഒരു റൈറ്റിന്റെ കാര്യമായി നമ്മളിവിടെ പഠിക്കേണ്ടത് തലതിരിഞ്ഞ രീതിയിലാണ് ഒരു അപ്രോച്ച് ഉണ്ട്. ഈ റിസർവേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ റിസർവ്ഡ് കാറ്റഗറീസിന്റെ എണ്ണം എത്രയാണ്? തിരിച്ചു ആലോചിച്ചു. കേരളത്തിലെ റിസർവേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ റിസർവ്ഡ് കാറ്റഗറി എത്ര പേര്? തിരുവനന്തപുരം. ഒരു ഉദാഹരണം, പത്രപ്രവർത്തകർ ഏറ്റവും പുരോഗമനകാരികൾ ആണല്ലോ പത്രപ്രവർത്തകർ എന്നാണല്ലോ കേരളത്തിന്റെ ഒരു പൊതുമനസ്. അങ്ങനെയാണ് എല്ലാ കാര്യത്തെ കുറിച്ച് പേരുള്ള ആൾക്കാരാണ്. ഈ പത്രമേഖലയിൽ ഈ ദലിതർ, ആദിവാസികൾ ഇവരുടെയൊക്കെ പ്രാതിനിധ്യത്തിന് ക്രൂഷ്യലായ ഒരു പോസ്റ്റിൽ പോലും ഒരാൾ പോലും ഇല്ലെന്നുള്ള യാത്ര വലിയ പുരോഗമന ഇടമാണ്. നമ്മളെ സംബന്ധിച്ച് പുരോഗമന ഇടമാണ്. ഒരാൾ പോലും നോക്കണം. എത്ര ക്രൂരമായിട്ടാണ് ഈ ജനസമുദായം. ഞങ്ങൾക്കിടയിൽ എന്താ ഒരു പത്രത്തിന് എഡിറ്ററായിരിക്കാൻ യോഗ്യതയുള്ളവർ ഇല്ലെന്നാണ്. ഇല്ലാത്തതുകൊണ്ടാണോ ഇവരെടുക്കാത്തത്? ഒന്നുമല്ല, ഇവർ ഒഴിവാക്കുന്നു. അവർ ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇപ്പൊ റിസർവേഷൻ, മുസ്ലിങ്ങളുടെ റിസർവേഷൻ എന്താണ് കേരളത്തിൽ? അവരുടെ ജനസംഖ്യാനുപാതികമായ റിസർവേഷന് അവർക്ക് അവകാശമുണ്ട്, പ്രാതിനിധ്യത്തിന് അവർക്ക് അവകാശമുണ്ട്. അതവർക്ക് കിട്ടുന്നുണ്ട്? ഇല്ല, കിട്ടുന്നില്ല. അതൊക്കെ കൊടുക്കാതെ SC/ST വിഭാഗങ്ങൾക്ക് താരതമ്യേന തൊപ്പു ജോലി മുതൽ ഓഫീസർ വരെയുള്ള കാറ്റഗറി ഒരുമിച്ചെടുത്താൽ ഏകദേശം അടുത്തു വരും അവരുടെ ഒരു പ്രാതിനിധ്യം. എന്നാൽ മുസ്ലിങ്ങളത് വളരെ കുറവാണ്. ഈഴവരുടേതും കുറവാണ്. 28% കേന്ദ്ര സംവരണം നടപ്പിലാക്കിയ OBC സംവരണം നടപ്പിലാക്കിയിട്ട്
10 വർഷം കഴിഞ്ഞ് കണക്കെടുക്കുമ്പോൾ 6% ഫുൾഫിൽ ചെയ്തിട്ടുള്ളൂ. 28% കൊടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് 6% ബാക്കി എവിടെ പോയി? ഇതാരെ കൊണ്ടുപോകുന്നു? ഇവിടെയാണ് കാര്യങ്ങൾക്ക് പുതിയ കണക്കെടുപ്പ് നടത്തുന്നത്. ആ കണക്കെടുപ്പ് ഇത്രയേ ഉള്ളൂ. ഒരു വിഭാഗം, മതവിഭാഗ സാമുദായികം, അവരുടെ ജനസംഖ്യ എത്ര, അവരുടെ പ്രാതിനിധ്യത്തിൻ്റെ അളവ്, ഇതിൻ്റെ കണക്കാണ്. ഇതിൻ്റെ കണക്ക് എടുത്ത് അതിൻ്റെ വസ്തുതകൾ പുറത്തു വന്ന അതനുസരിച്ച് ഗവൺമെന്റിന് അതിന് പോളിസികൾ നിരീക്ഷിക്കാൻ. ബീഹാറിലാണ് ഈ സെൻസസ് എടുത്തത്. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവർ കുറച്ച് കണക്കുകൾ, പ്രാഥമികമായ കുറച്ച് കണക്കുകൾ പുറത്തുവിട്ടു. അത് ഞാൻ ഓടിച്ചെന്ന് പറയാം. ഇത്രയും കാലം ഇന്ത്യ വിചാരിച്ചത് 52% പിന്നോക്കക്കാരുടെ വിചാരിച്ചത്. 52%. അത് തെറ്റാണെന്നില്ല. ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പറയുന്നത് 27%. എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന് വിളിക്കാവുന്ന അതിപിന്നോക്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗങ്ങൾ 36%. അപ്പോൾ 62%. 62% ബീഹാറിലെ പിന്നോക്കക്കാരുടെ ജനസംഖ്യ. 22%. സവർണ വിഭാഗങ്ങൾ 14%. കണക്കെടുത്തതാണ്. എന്നാൽ സർക്കാർ ഉദ്യോഗത്തിൽ ഭൂമിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് ഈ 15%. കണക്ക് പുറത്തു വന്നത് ബീഹാർ ഇപ്പം ഈ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന കണക്കാണ്. ഭൂമി 90% കൈവശം വച്ചിരിക്കുന്നത് കേവലം 15% മാത്രം വരുന്ന സവർണ വിഭാഗമാണ്. 62% പിന്നോക്കക്കാർ ഈ ഭൂമിയെ പണിക്കാരായി തുടരുക, അഗ്രികൾച്ചറൽ ലേബറേഴ്സായി തുടരുകയാണ്. അപ്പൊ SC/ST വിഭാഗങ്ങൾ 20-10 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇന്ത്യ ഒരു ഇവാലിറ്റേറിയൻ സൊസൈറ്റിയായി മാറണമെങ്കിൽ ഇത്തരം ഒരു കണക്കെടുപ്പിലേക്ക് നടക്കണം. വൈ കാസ്റ്റ്? ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ? വർഗാടിസ്ഥാനത്തിലാകാലോ, ഇതിനാ ജാതിയുടെ അടിസ്ഥാനത്തിലാകാം. കാരണം ഇന്ത്യക്കകത്ത് ബഹിഷ്കരണത്തിൻ്റെയും സ്വീകാര്യതയുടെയും യുക്തി പ്രവർത്തിക്കുന്നത് കാസ്റ്റിലൂടെ. നമ്മളെപ്പോൾ ഈ ജാതിയെക്കുറിച്ച് പറയുമ്പം ദലിതരുടെ ജീവിതാവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെ അതാണ് നമ്മൾ പറയുന്നത്. ആദിവാസികളുടെ അവസ്ഥ വളരെ മോശമാണ്, അവർക്ക് വിദ്യാഭ്യാസം പിന്നോക്കാവസ്ഥയാണ്, അവർക്ക് സ്വത്തില്ല, വീടില്ല, ഇതൊക്കെ. അതല്ല കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലർ അണ്ടർ പ്രിവിലേജ്ഡ് ആയിരിക്കുമ്പോൾ മറ്റു ചിലർ മോർ പ്രിവിലേജ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മോർ പ്രിവിലേജ്ഡ് മനുഷ്യരെ കാണാതെയുള്ള ജാതി ചർച്ച ശുദ്ധ അസംബന്ധം. ആരാണ് ഈ മോർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ? ഞാൻ നേരത്തെ പറഞ്ഞ ഈ 15% അത് അധികാരത്തിൻ്റെ തണലിൽ നിൽക്കുന്നവരും സമൂഹത്തിൽ അഭിപ്രായ രൂപീകരണം നടത്താൻ പ്രാപ്തിയുള്ളവരും. കേരളത്തിൽ നടക്കുന്നത് സുകുമാരൻ നായർ ഒരു കാര്യം. സുകുമാരൻ നായർ എത്ര നായന്മാരെ പ്രതിനിധാനം ചെയ്യുന്നുള്ളത് കണക്കെടുത്ത് കഴിഞ്ഞാൽ യഥാർത്ഥ നായർ കമ്മ്യൂണിറ്റിയിൽ ചെറിയൊരു വിഭാഗത്തെയാണ് ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്നത്. സുകുമാരൻ നായർ എന്തോ ഒരു കാര്യം പറഞ്ഞെന്ന് കേട്ടാൽ കേരളത്തിലെ മുഴുവൻ ചാനലുകളും പത്രക്കാരും തിരഞ്ഞെടുക്കാൻ പഠിക്കും. 24 മണിക്കൂർ വേണം പഠിക്കും. റിപ്പോർട്ട് ചെയ്യും. വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആദിവാസികൾക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പ്രസ് ക്ലബിൽ കൊണ്ട് പണം അടച്ചാൽ പോലും ഒരു പത്രക്കാരന് തിരിഞ്ഞു നോക്കാൻ. എന്നിട്ട് പത്രക്കാരൻ നമ്മളോട് തന്നെ പറയും, നിങ്ങളാരൊന്നും പറയുന്നില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഇവിടെ ആരാ കുറ്റവാളി, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥ ആദിവാസികൾ പറയുന്നുണ്ട്, ഇവരത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്.
മറിച്ച് 24 മണിക്കൂറോളം കാത്തുകിടന്ന് ഇടുവായത്വം മാത്രം പറഞ്ഞ് സുകുമാരൻ നായരെ നിരന്തരമായി ട്രാൻസ്മിറ്റ് ചെയ്യാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അങ്ങനെ സുകുമാരൻ നായർ മോർ വിസിബിൾ ആവുന്നു, മോർ വോയിസ് ആവുന്നു, ആദിവാസികൾ ലെസ് വിസിബിൾ ആവുന്നു, അവർക്ക് വോയിസ് ഇല്ലാതാവും. അത് നമ്മൾ ഇത് രണ്ടും കൂടി കണ്ടാലേ നമുക്ക് പിടികിട്ടുള്ളൂ ജാതി എങ്ങനെയാണ് ഈ പ്രവർത്തിക്കുന്നതെന്നൊക്കെ. അതിൻ്റെ കാര്യം ഇവരെല്ലാം തന്നെ സംവരണത്തിൽ തരും. ഇവരെല്ലാം തന്നെ ഈ ഒളിഗാർക്കിയുടെ കക്ഷികളും അത്രക്കാരൊക്കെ ആയിരിക്കും. കേരളത്തിലെ മന്ത്രിസഭ 20 പേരിൽ 9 പേര് നായന്മാരാണ്. എന്താ 9 പേര് നായന്മാരാണ്. അവരുടെ ജനസംഖ്യ 50% നായർ. 50% ഉണ്ടോ നായന്മാർ കേരളത്തിലെ ജനസംഖ്യയിൽ? 10% താഴെ ഉള്ളൂ. 12-13 അവർ പറയുന്നു. 10% താഴെ ഉള്ളൂ. 9% അവരുള്ളൂ. അവർക്ക് എങ്ങനെയില്ല 50% പ്രാതിനിധ്യം കിട്ടിയത്? പിണറായി വിജയൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും. പിണറായി വിജയനോട് നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ പുള്ളി എന്തായിരിക്കും ഉത്തരം പറയാം? അവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയും. അവനെ ഫർദർ നമ്മൾ ചോദിക്കേണ്ടത് നായന്മാർക്കിടെ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ, വേറെ ജാതിയിലൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഉത്തരം കിട്ടും. അവിടെ ആ ചോദ്യം മാത്രം ആരും ചോദിക്കുക. അവിടെയാണ് ഈ പ്രിവിലേജ് കാസ്റ്റ് ജയിക്കുന്നത്, ആ ചോദ്യം ഒഴിവാക്കുന്നതിലൂടെ. അപ്പൊ അങ്ങനെ ഇവര് ഈ വിഭാഗം ഇവിടുത്തെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന വിഭാഗമായി, സമൂഹത്തിന്റെ അഭിപ്രായ രൂപീകരണം നടത്തുന്ന വിഭാഗമായി, യൂണിവേഴ്സിറ്റികൾ കൈയടക്കി വെച്ചിരിക്കുന്ന വിഭാഗമായി ഒക്കെ അനധികൃതമായ പല റൈറ്റ്സും കൈവശം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. കേരളത്തിലെ ദേവസ്വം ബോർഡ് ഇവരുടെ വന്നു ഒ പി രവീന്ദ്രൻ എയ്ഡഡ് മേഖലാ സംവരണത്തിൻ്റെ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വമാണ്. കേരളത്തിലെ വിവിധ കോളേജുകളിലെ പാറ്റേണിനെ സംബന്ധിച്ച്, സ്റ്റാഫ് പാറ്റേണിനെ സംബന്ധിച്ച് ഗവേഷണപരമായ ഒരു പുസ്തകം പുറത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കേരളത്തിൽ 4 ദേവസ്വം ബോർഡ് കോളേജ്. ദേവസ്വം ബോർഡ് നമുക്കറിയാം സർക്കാർ സ്ഥാപനം. ദേവസ്വം ബോർഡ് സർക്കാർ സ്ഥാപനം, അമ്പലത്തിൻ്റെ അല്ലാതെ. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്ന അമ്പലമല്ല കൊടുക്കുന്നത്, അത് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. സർക്കാർ സ്ഥാപനം 4 കോളേജ്, 182 അധ്യാപകർ, അത് 136 പേർ നായന്മാരാണ്. നായന്മാർക്ക് മാത്രം കേരളത്തിൽ പഠിപ്പിക്കാതെ പക്ഷേ അപ്പം സർക്കാരിൻ്റെതാണെങ്കിലും സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ അവിടെ പഠിപ്പിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പ്രിവിലേജ്ഡ് കാസ്റ്റിൽ നിന്നാണ്. പ്രിവിലേജ്ഡ് കാസ്റ്റ് അത് കൈവശം വെച്ച് അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് നമ്മളോട് പറയുന്നു. ഇവിടെയാണ് പ്രിവിലേജ്ഡ് കാസ്റ്റിന് ഈ അനധികൃതമായ കാര്യങ്ങൾ കൈവശം വെച്ച് തുടരാൻ അവസരം കൊടുക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യുന്നത് ഈ മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമം അനുസരിച്ച് 50% ഈ മാനേജ്മെന്റ് കോട്ട, ബാക്കി 50% ഓപ്പൺ മെറിറ്റിൽ നിന്ന് എടുക്കണമെന്നാണ്. എടുക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ NSS കോളേജ് നമുക്ക് അധ്യാപകരോട് വിളിച്ചിറക്കി പേര് ചോദിച്ചാൽ നമുക്ക് പിടികിട്ടും. നമ്മളൊന്നായിരുന്നു പേര് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ള തള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പേര് ഒരു മുസ്ലിമിന്റെ പേര് എന്തെങ്കിലും ഇല്ല. സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമല്ലേ, മുസ്ലിമിനെ എടുക്കാൻ എടുക്കണ്ടേ, ദളിതരെ എടുക്കാൻ എടുക്കണ്ടേ? അപ്പോ കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ 50%. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മുഴുവൻ കുത്തക സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണോ? ഒരു UGC സ്കെയിൽ അനുസരിച്ച് ലക്ഷങ്ങളാണ് ഒരു അധ്യാപകന്റെ ശമ്പളം. അങ്ങനെ 100 കണക്കിന് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുക. അങ്ങനെ അധികമായി ഭൂമിയെക്കുറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ ഒരു സ്റ്റഡി നടത്തി, ഒരു മോഡൽ സ്റ്റഡി. ആ സ്റ്റഡി അനുസരിച്ചിട്ട് പെർ ഹെഡ് ഓരോ സമുദായത്തിൻ്റെ പെർ ഹെഡ് എത്ര എന്ന് കണക്കാക്കി അതിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് സുറിയാനി ക്രിസ്ത്യാനിയാണ്.
126 സെന്റ് എന്ന് പറയാൻ 1.25 ഏക്കറാണ് ഒരാൾക്ക് ഉള്ളത്. രണ്ടാമത് നായന്മാർ, മൂന്നാമത് മുസ്ലിങ്ങൾ, മൂന്നാമത് ഈഴവർ, നാലാമത് മുസ്ലിങ്ങൾ. ദരിദ്ര പട്ടികജാതിക്കാരുടെ കാര്യം പറയുന്നത് 2.5 സെന്റ്. അപ്പൊ ഈ അനധികൃതമായി ഈ റിസോഴ്സസ് കൈവശം, അനധികൃതമായി ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആര്? സർക്കാർ തീരുമാനിച്ചു. സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ആരാ തീരുമാനിക്കുന്നത്? കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ പ്രിവിലേജ്ഡ് കാസ്റ്റാണ് തീരുമാനങ്ങൾ. അതുകൊണ്ട് 1930 മുതൽ തന്നെ SNDP ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഉദ്യോഗസ്ഥരുടെ ജാതി തിരിച്ചുള്ള ലിസ്റ്റ് പുസ്തകം. ഇന്ന് വരെ ഗവൺമെന്റ് ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് ഓരോ വിഭാഗവും കൈവശം വെച്ചിട്ടുള്ള റിസോഴ്സസിൻ്റെയും ജോലിയുടെയും റെപ്രസെൻറ്റേഷൻ്റെയും അവരുടെ ജനസംഖ്യയുടെയും ഒരു കണക്കെടുപ്പാണ്. ഇതിലൂടെ ഈ കണക്കുകൾ പുറത്തു വന്നാൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന പല റൈറ്റുകളും പ്രത്യേകിച്ച് സവർണ സംഘടിത വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ജാതി സെൻസസിന് എതിരാണ്. ജാതി സെൻസസ് എന്നല്ല, അവർ ജാതിക്കെതിരാണ്. കൗശലത്തിന്റെ അങ്ങേയറ്റാണ്. ജാതി തിരിച്ചു വരുവാണ്. സെൻസസ് എടുക്കുന്നതുകൊണ്ട് മാത്രം ജാതി തിരിച്ചു വരുവാണ്. കേരളത്തിൽ രാവിലെ പത്രം എടുത്ത് നോക്കുന്നവർക്കറിയാം കേരളത്തിൽ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത്. മാട്രിമോണിയിൽ മാത്രമായി നമുക്ക് പിടികിട്ടും. നമുക്കൊരു യൂണിവേഴ്സൽ സുന്ദരിയോ സുന്ദരനോ ഇല്ലാത്തൊരു സ്ഥലമാണ് കേരളം. അങ്ങനെയില്ലല്ലോ. നായർ സുന്ദരിയുണ്ട്, മുസ്ലിം സുന്ദരിയുണ്ട്, ദളിത് സുന്ദരിയുണ്ട്, ചേരമാർ സുന്ദരി, ഈഴവ സുന്ദരി, സുന്ദരിമാരില്ലേ കേരളത്തിൽ. ഇങ്ങനെ വിചിത്രമായ യഥാർത്ഥത്തിൽ ജാതി ഇല്ലെന്നൊക്കെ പറയണമെങ്കിൽ അത് പൊട്ടത്തരമല്ല, അത് കൗശലമാണ്, കള്ളത്തരം. ഞാൻ പറയുന്നൊരു കാര്യം, കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ അനിവാര്യമായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ സമ്പത്തും അധികാരവും കൈവശം വെച്ചിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട മാനദണ്ഡം കാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കാസ്റ്റ് വൈസായ അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടക്കട്ടെ. ആ കണക്കുകൾ പുറത്തു വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 136 ജോലി അതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കേണ്ടി വരും. ദേവസ്വം ബോർഡിന്റെ കോളേജ് അത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ പറയുന്ന ഹിന്ദുക്കളുടെ മാത്രം സർക്കാരാണ്, അല്ലല്ലോ. അപ്പൊ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നവ ഒഴിവാക്കുന്നത്. ഒന്നും കിട്ടാതെ പോയ വിഭാഗങ്ങൾ, നമ്മുടെ ട്രൈബൽ വിഭാഗങ്ങൾ, ചില ദലിത് വിഭാഗങ്ങൾ, ചില കാസ്റ്റാണ് വളരെ എണ്ണം കുറഞ്ഞ കാസ്റ്റൊക്കെയാണ്. അവർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു പരിഗണനയും കിട്ടാത്ത വിഭാഗങ്ങളാണ്. അതൊക്കെയാണ് അധികമായിട്ടും ബാക്കിയുള്ളവർ കൈവശം വെക്കുന്നത്. അപ്പോൾ ഈ വസ്തുതകൾ പുറത്തു വന്നാൽ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സ്റ്റേറ്റിന് പറ്റും. ടു റീഓർഗനൈസ് നമ്മുടെ സമൂഹത്തെ, സ്വത്തുടമ ബന്ധങ്ങളെ, സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷനെ, ഉദ്യോഗത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെ ഒക്കെ ഉറപ്പിക്കുന്ന ഒരു പോളിസി ഗവൺമെന്റ് എടുക്കാൻ കഴിയണമെങ്കിൽ വസ്തുതാപരമായ വിവരങ്ങൾ ആവശ്യം. ഇതേകൂടെ സൂചിപ്പിച്ചു. ഇവിടെ എങ്ങനെയോ കാസ്റ്റ് സെൻസസ് നടന്നു, വിവരം പുറത്തുവിടാൻ പറ്റാതെ. അതാരൊക്കെയാണ്? ലിംഗായത്ത് വിഭാഗത്തിലെ BJP MLA-മാരും കോൺഗ്രസ് MLA-മാരും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഇത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. കോൺഗ്രസിന്റെ നായകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നായകന്മാരും ഒറ്റക്കെട്ടല്ലെന്ന് നമുക്ക് തോന്നാമെന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷേ ഈ സ്ട്രക്ചർ തകരാതിരിക്കുന്നതിൽ അവർക്ക് വലിയ നിർണായകമായിരുന്നു ഒരു തീരുമാനം ക്രൂഷ്യലായി തന്നെ എടുക്കുക. കമ്മ്യൂണിറ്റി അങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം സൂചിപ്പിച്ച് അതിനകത്ത് അത് അടങ്ങിയിട്ടു. ഈ ഓളിഗാർക്കിയെ അട്ടിമറിക്കാൻ നമുക്ക് വസ്തുതാപരമായ വിവരങ്ങൾ പുറത്തു വരും. കാസ്റ്റ് സെൻസസ്, അങ്ങനെ കാസ്റ്റ് സെൻസസിലൂടെ വിവരങ്ങൾ പുറത്തു വന്നാൽ നമുക്ക് കുറച്ച് കൂടി ജോലി കിട്ടും എന്നുള്ളതല്ല പ്രശ്നം, അതല്ല അതിൻ്റെ കാര്യം. മറിച്ച് നമുക്കെല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്ന പുതിയൊരു പോളിറ്റിക്സ് ഇന്ത്യക്കതിൽ പോകും. അതാണ് അതിന്റെ സാധ്യത എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റ് നമ്മളുണ്ടാക്കും. നമ്മളിപ്പോ ഈ രാമൻ ലക്ഷ്മണൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പണ്ടത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞാൽ എന്തിനാണ്, അതിന് കാര്യമുണ്ട്. കാരണം അവന്റെ ബേസിക് ഈത്തോസിനെയാണ് അതിങ്ങനെ പിടിച്ചു കുലുക്കുന്നത്. രാമൻ എന്നൊക്കെ പറയുമ്പോൾ പുരാതനമായ അവന്റെ ഉള്ളിലെ ഏതോ ഒരു ബോധത്തെയാണ് അത് തട്ടി ഉണർത്തുന്നത്. ഇതിനെതിരെ പെട്രോൾ വില കൂടിയെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കരുത്, അവന് കേൾക്കാൻ പറ്റത്തില്ലെന്നേ. രാമന്റെയും ലക്ഷ്മണന്റെയും കാര്യം പറഞ്ഞ് നടക്കുന്നവനോട് പെട്രോൾ എന്നൊന്നും പറഞ്ഞ് അവന് മനസ്സിലാവത്തില്ല. മറിച്ച് അവനും കൂടി പങ്കാളിത്തമുള്ള ഗവൺമെന്റ് എന്നതാണ്. അതായത് മാവോയിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പരിശോധിച്ചാലും ബ്രാഹ്മണരായിരിക്കും, RSSന്റെ കേന്ദ്ര കമ്മിറ്റി പരിശോധിച്ചാലും അവരായിരിക്കും. ഇതാണ് അതിന്റെ ഒരു ലോജിക്. നമുക്ക് മനസ്സിലാവത്തേയില്ല ഇതെങ്ങനെയാണ്. നമുക്കത് മനസ്സിലാവണമെങ്കിൽ ഇവരുടെ സാംസ്കാരികമായ ഇന്ത്യയെ സംബന്ധിച്ച സങ്കല്പനങ്ങളെ, താത്വികമായ ഇമാജിനേഷനെ തള്ളിക്കളയുന്ന പുതിയ ഒരു രാഷ്ട്രസങ്കല്പം, പുതിയ ഒരു മനുഷ്യ സങ്കല്പം, പുതിയ ഒരു മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച പുതിയൊരു സങ്കല്പം ഇതിലൂടെ. യഥാർത്ഥത്തിൽ കാസ്റ്റ് സെൻസസിനെ ഭയപ്പെടുന്നവർ അവരുടെ ജോലി കുറച്ച് നഷ്ടപ്പെടും എന്നതുകൊണ്ടല്ല ഭയപ്പെടുന്നത്. മറിച്ച് ഇന്ത്യക്ക് വർഷങ്ങളായി ഇന്ത്യയെ നിർബാധം ഭരിച്ചുകൊണ്ടിരിക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന അവകാശം റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നിടത്താണ് ഇതിന്റെ പോയിന്റുകൾ. നമുക്ക് മാത്രമേ മനസ്സിലാവും, അവർക്കത് പിടിയിട്ട് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അവർക്കത് മനസ്സിലായി, അവരെന്തായാലും ഗുരുതായിട്ട് രംഗത്തുണ്ട്. നമുക്കത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത് നമ്മളൊക്കെ തമ്മിലുള്ള സോഷ്യൽ ബന്ധം ഒട്ടും സാന്ദ്രമുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഒട്ടും സാന്ദ്രമുണ്ട്. ആദിവാസികൾ, ദളിതർ, മുസ്ലിങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം ഒട്ടും സാന്ദ്രമല്ല. വളരെ യാന്ത്രികമായ ബന്ധങ്ങളൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പം ഗുജറാത്തിൽ നിന്ന് വർഷങ്ങളായിട്ട് ഒരു മുസ്ലിം പോലും തെരഞ്ഞെടുത്തിട്ടുണ്ട്. UP യിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ മുസ്ലിം പോലും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതെന്താ പരിഹാരം? ഞങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ലെന്നാണ്. അങ്ങനെ അല്ലല്ലോ. ഇവിടെ ദേശീയമായി 14% മുസ്ലിങ്ങൾ. ഒരു പ്രതിനിധികളോട് വേണ്ടേ? ഒരു പാർട്ടിയെ തീരുമാനിക്കുന്നു മുസ്ലിങ്ങൾ കൊടുക്കട്ടെ. മറ്റേ പാർട്ടി പേടിച്ച്, പ്രതിപക്ഷ പാർട്ടി പേടിച്ചിരിക്കുക മുസ്ലിങ്ങൾക്ക് കൊടുത്താൽ അവരുടെ വോട്ട് പോകുന്നത് പേടിയും. കാരണം അവരും കുടിക്കില്ല. രണ്ടുപേരും മത്സരിച്ച് കൊടുക്കാതെ ഇവരുടെ പ്രതിനിധികൾ കുറഞ്ഞു കൊടുക്കുന്നില്ല. ഇതിനെന്താ പരിഹാരം? ഞാൻ പറയുന്നത് ഈ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട പുതിയ രാഷ്ട്രീയത്തെ റെപ്രസെന്റേഷൻ ഓഫ് പൊളിറ്റിക്സ്, മുസ്ലിം പ്രതിനിധികൾ ഉണ്ടായിരിക്കണം, നിർബന്ധമാണത്. ദളിത് പ്രതിനിധികൾ ഉണ്ടായിരിക്കണം, നിർബന്ധമാണത്. ഇന്ത്യയിലെ മുഴുവൻ സാമൂഹിക വിഭാഗങ്ങളുടെയും പ്രതിനിധികളുള്ള ഗവൺമെന്റാണ് ഇന്ത്യക്ക് ആവശ്യം എന്ന അടിയുറച്ച നിലപാടാണ് മുസ്ലിം ലീഗ്, ഡോക്ടർ അംബേദ്കറും അടക്കമുള്ള നേതാക്കൾ എടുത്ത ആ സമീപനം തിരിച്ചെത്താനുള്ള വലിയൊരു ബേസിക് ആയിട്ടുള്ള അടിത്തറയാണ് കാസ്റ്റ് സെൻസസിന്റെ വിവരങ്ങൾ പുറത്തുവരും. അതിന് കുറച്ച് ഭൂമി നമുക്ക് ഒരു ജോലിയും കിട്ടുന്നുള്ള കാര്യമല്ല. പരമ്പരാഗതമായി ഇന്ത്യയിൽ നിൽക്കുന്ന അധികാരം അട്ടിമറിക്കുവാനുള്ള ഒരു കരുത്തിലേക്ക്, പുതിയൊരു ഇമാജിനേഷനിലേക്ക് ലോകം, ഇന്ത്യ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് കാസ്റ്റ് സെൻസസ് നടത്താനേ പാടില്ലെന്ന്, നടത്തിയാൽ തന്നെ ആ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ലെന്ന് പറയുന്നത്.
അധികാരം നഷ്ടപ്പെട്ടത് മനസ്സിലാക്കും. ഇന്ത്യയുടെ വലിയ ഐക്യത്തിൻ്റെ, വിഭജന ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സത്തെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അംബേദ്കർ എന്ന് പറയുന്നത്, ഈ ഹിന്ദുത്വ രാഷ്ട്രീയം കൊടുമ്പിരികൊണ്ട് നീക്കേണ്ടത് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി തുറന്നത് ഡോക്ടർ BR അംബേദ്കർ. കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹം ദളിതരുടെ ഒരു നേതാവായിരുന്നു എന്നാണ് നമ്മുടെ സമൂഹം പഠിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇങ്ങനൊന്നും ആയിരുന്നില്ല. ലോകത്തിലെ രാഷ്ട്രീയ ചിന്തകരിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് എന്ന വാദം 1919 തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത്രയും പ്രാധാന്യമുണ്ട്. അദ്ദേഹം ജനങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഇന്ത്യയിൽ ഇല്ലാത്തവനും ഉള്ളവനുമല്ല, മറിച്ച് 6 കാറ്റഗറിയായിട്ടാണ് സമൂഹത്തെ അദ്ദേഹം തിരിക്കുന്നത്. ലോ, ലോവർ ആൻഡ് ലോവസ്റ്റ്, ഹൈ, ഹയർ ആൻഡ് ഹയസ്റ്റ്, ഇങ്ങനെ 6 കാറ്റഗറി. അതിനകത്ത് ലോവറിന്റെ കുറവ് ഇല്ല, ലോവർ ലോവസ്റ്റിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ ഈഴവൻ പുലയനുമായിട്ട് സഖ്യത്തിലാണ്, പുലയൻ ഉള്ളാടനുമായി സഖ്യത്തിലാണ്, മുസ്ലിങ്ങൾ ഇവര് ആരുമായിട്ട് സഖ്യത്തിലാണ്. ഇതാണ് ഈ ഹയസ്റ്റിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞതാണ്. ഇത് പൊളിക്കാൻ നമുക്ക് പറ്റൂ എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയമായ വെല്ലുവിളി. ഇതിനെ പൊളിക്കാൻ നമ്മൾ ഒരു ജനത എന്ന ഈ രാഷ്ട്രത്തെ ഞങ്ങൾ പുതിയ രീതിയിൽ നിർമ്മിക്കുമെന്ന് നമ്മൾ പറയും. എൻ്റെ സമുദായത്തിൽ 10 ജോലി, എനിക്ക് 2 MLA അതൊക്കെ വിട്ടിട്ട് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്നും ആ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഗവൺമെന്റ് എല്ലാ വിഭാഗങ്ങളുടെയും ജീവനുള്ള പ്രതിനിധി പ്രധാനമാണ്. ജീവനില്ലാത്ത കുറെ പ്രതിനിധികളുള്ളൂ. മുസ്ലിങ്ങളുടെ കുറെ പ്രതിനിധികളൊക്കെ ഉള്ളു, കുറച്ച് പട്ടികജാതിക്കാർക്കുണ്ട്. ഒരു പറയുന്നു ഇവരൊക്കെ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. പട്ടികജാതിക്കാർക്കെതിരെ നിയമം ഉണ്ടായാൽ ആദ്യം ഒപ്പിടുന്നവരായി. അങ്ങനെയാണ് അതിന് ഡെഡ് ബോഡീസ് ആണ്, ഡെഡാണ്, മരിച്ച മനുഷ്യനാണ്. ജീവനുള്ള പ്രതിനിധികളെ എത്തിച്ച് അവരൊരു ഗവൺമെന്റ് ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള വിശാലമായ രാഷ്ട്രീയ സാമൂഹിക സഖ്യം ബോധപൂർവമായി നമ്മൾ നെയ്ത് എടുക്കേണ്ടതാണ്. അത് എല്ലാ വിഭാഗങ്ങളുമായും നമുക്ക് ഉണ്ടാകുകയും വേണം. ഒരു വിഭാഗത്തെയും പൂർണ്ണമായി ടെർമിനേറ്റ് ചെയ്യാനല്ല നമ്മൾ ഇന്ത്യയുള്ളത്. ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്നവർ പറയുന്നത് മുസ്ലിങ്ങളെ മുഴുവൻ ഞങ്ങൾ നാട് കടത്തും. നാടൊന്നും കടത്തില്ല, കാരണം മുസ്ലിങ്ങളൊക്കെ അവർക്ക് ചൂടിക്കുകയാണെങ്കിൽ അവർ ഈ കരിക്കേറ്റ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് മുസ്ലിങ്ങളാണ്, ഈ 14% വരുന്ന വിഭാഗമാണ് ഈ കുഴപ്പത്തിന്റെ കാരണം നമ്മളെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറയേണ്ടത് നമ്മൾ ഒരു വിഭാഗത്തെ ടെർമിനേറ്റ് ചെയ്യാൻ അർഹമായ പ്രാതിനിധ്യം കൊടുത്ത് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന പുതിയൊരു ഇന്ത്യ നിർമ്മിക്കുമെന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രസങ്കല്പം, ഹിന്ദുത്വ രാഷ്ട്രത്തിന് ബദലായി ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പുതിയൊരു സങ്കല്പം നമുക്കുണ്ടെന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതില്ല. അതുകൊണ്ടാണ് എപ്പോഴും തോറ്റുകൊണ്ടുവരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇല്ല. ഒരു വലിയ മോഡലെല്ലാം തകർന്നു പോയി. മോഡലൊന്നുമില്ല. ഇവിടെ ചെറിയ കച്ചവടമൊക്കെ ഇടങ്ങാൻ കഴിയാന്നുള്ളതല്ലാതെ വേറെ അതിനപ്പുറത്തേക്ക് സ്കോപ്പില്ല. പിന്നെ എന്താണ് സാധ്യത? ജനാധിപത്യത്തിന്റെ ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സാധ്യതയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മുടെ സാമൂഹിക ഇടപെടൽ ലക്ഷ്യം വെക്കേണ്ടത് വിശാലമായ ബഹുജന ഐക്യവും നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ ഒരു ഗവൺമെന്റും നയപരിപാടികളും നിർമ്മിക്കാനുള്ള അവകാശമുള്ള പൗരന്മാരാണ് നമ്മൾ എന്ന നിലക്കാണ് നമ്മളുടെ ഇടപെടലുകൾ രൂപപ്പെടുന്നത്. അതിൽ മതവിഭാഗങ്ങളുണ്ടാവാം, സാമുദായിക വിഭാഗങ്ങളുണ്ടാവാം. ആ വിഭാഗങ്ങളൊക്കെ തമ്മിൽ ഉള്ള ബന്ധം ഡെമോക്രാറ്റിക്, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ സാംസ്കാരികമായ വലിയ
ഓറിയോ ഉണ്ടാക്കിയിരിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരശേഖരണമാണ് ജാതി സെൻസസ്. അതുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കണം, അടിയന്തരമായി ജാതി സെൻസസ് എടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. കേരളത്തിൽ നിരവധി ശ്രമങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജനസമുദായ മുന്നണി അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു വരുന്നുണ്ട്. ആ നിലക്ക് സെൻസസ് കേരളത്തിലെ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടൊന്നും വെറുതെ നമ്മൾ കാര്യത്തിൽ തീരുമാനം നോക്കണ്ട. രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് വെറുതെ ഒന്ന് മറക്കി നോക്കി നമുക്ക് പിടിയില്ല. കേരളത്തിന് വെളിയിലുള്ള മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ പട്ടികജാതിക്കാരെക്കാൾ വിദ്യാഭ്യാസപരമായി പുറകിൽ നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നാം മറന്നു പോകരുത്. ഞാനും ഒക്കെ പങ്കെടുത്ത ഒരു സമരമാണ് ചെങ്ങറ സമരം. പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങറയിൽ പുഴയിൽ കെട്ടി സമരം നടത്തി. ഏറ്റവും കൂടുതൽ ദരിദ്രരാണ്. രണ്ടാമത്തെ വിഭാഗം മുസ്ലിങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമിയില്ലാതെ വടിയിറങ്ങി താമസിക്കുന്ന മുസ്ലിങ്ങളാണ്. പിന്നെ വന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ വിഭാഗം കുട്ടികൾക്കാർ നിർദ്ദേശം കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ഇമാജിനേഷൻ വെറുതെ പറഞ്ഞാൽ പോരാ, യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് വേണം. നമ്മളെ കൂടുതൽ യാഥാർത്ഥ്യബോധം ഉള്ളവരാക്കി മാറ്റുന്ന, ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് രാഷ്ട്രീയമായി ഉത്തരം തരുന്ന ഒരു ഇടപാടാണ് ജാതി സെൻസസിലൂടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം വസ്തുതകൾ പുറത്തു വരട്ടെ, പിന്നെ ബാക്കി കാര്യങ്ങൾ. നമ്മളിപ്പോ അതിനടിസ്ഥാനത്തിൽ ഈ ഇത്ര രീതി തിരിക്കാനൊന്നും ആരോടും പറയുന്നില്ല. ഞങ്ങൾ ഇനി കൂടുതൽ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയാൻ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ വസ്തുതകൾ ബാക്കി കാര്യം. വസ്തുതകൾ പഠിക്കരുത്, വസ്തുതകൾ ശേഖരിക്കരുത് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനെതിരാണ്. സുകുമാരനാർക്കായാലും അധികാരം കൊടുത്തത് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ. ഇന്ത്യൻ ഭരണഘടന 370 വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ സെൻസസ് എടുക്കാനായിട്ട് നിതീഷ് കുമാർ തീരുമാനിക്കുന്നത്. അത് വേണ്ടെന്ന് ഇയാൾക്കാണ് അധികാരം കൊടുക്കുന്നത്. വേണോ വേണ്ടെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. പുള്ളിക്ക് വേണം പുള്ളിയുടെ സമുദായങ്ങളോട് വിവരം കൊടുക്കേണ്ടത് വേണം പറയാൻ ചിലവ്. അത് പിന്നെ സെൻസസ് ആക്ടിനനുസരിച്ച് അതിൻ്റെ നടപടി പിന്നെ പുറകെ വന്നു. അപ്പൊ ഇത് എടുക്കരുതെന്ന് പറയുന്നത് വളരെ നിക്ഷിപ്തമായ താല്പര്യമാണ്. ഓളിഗാർക്കിയുടെ പരമ്പരാഗതമായ അധികാര സമൂഹങ്ങളുടെ താല്പര്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണമെന്ന് ആവശ്യപ്പെടുക മാത്രമല്ല, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മോർ ഡെമോക്രാറ്റിക് ആയ ഒരു സമൂഹം, മോർ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന് വേണ്ടിയുള്ള ഒരു നിലപാടെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഈ സാംസ്കാരിക ഇന്ത്യ എന്നാൽ വേദങ്ങളുടെ നാടാണെന്നുള്ള ആ വ്യാജ്യമായ സങ്കല്പത്തെ അട്ടിമറിച്ച് ബഹുജന സംസ്കാരത്തിൻ്റെ ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ വിവിധതരം തത്വശാസ്ത്രങ്ങൾ, ബുദ്ധിസം, ജൈനിസം, ഗുരുനാനാക്കിൻ്റെ ചിന്തകൾ, ഇങ്ങനെ തുടങ്ങി നിരവധിയായ തത്വചിന്തകളുടെ നാടായി ഇന്ത്യയെ സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ ഈ ഓളിഗാർക്കിയെ സാംസ്കാരികമായും രാഷ്ട്രീയമായും മറികടന്ന് പോകാൻ കഴിയണം. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജാതി സെൻസസ്. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് തന്നെ നമ്മൾ ഓപ്പണായി ആവശ്യപ്പെടണം. അതിന് നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഈ യുവജന പ്രസ്ഥാനം ഭാഗമാക്കാവണം. അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ സാമൂഹികമായ ഇടപാടുകളിലൂടെ കൂടുതൽ സാന്ദ്രമായ ബന്ധങ്ങളിലേക്ക് നമ്മൾ സ്വയം പ്രവേശിക്കുന്നത്. ഈ കാശ്മീർ 370 തകർത്ത് അവിടെ എന്തോ ഭയങ്കര ഭീകരം, ഇതൊന്നും നല്ല കാര്യം. ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾ ഭരണാധികാരികളാകുന്ന ഒരേ ഒരു സ്ഥലമാണ് കാശ്മീർ. അത് വേണ്ടെന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കണം. ഞാൻ പറയാം, ഇത് മനസ്സിലാക്കാനുള്ള സാമർഥ്യങ്ങൾ നമ്മൾ കാണിക്കണം. അവിടെ മാത്രം വേറെ എവിടെ നോക്കുന്നേ വേറെ എവിടെ ഉള്ളത്
ഇല്ല. വിശാലമായ ബഹുജന ഐക്യത്തിലൂടെ മാത്രമേ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റൂ. ദളിതർക്കും ബാക്കി ബഹിഷ്കൃത സമൂഹങ്ങൾക്കൊക്കെ അതേ വഴിയുള്ളൂ. നമ്മുടെയൊക്കെ ഇടയിലുള്ള തടസ്സങ്ങളെ കൂടി നീക്കം ചെയ്യുന്ന വിധത്തിൽ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ കാണും. ഷവർണ്ണ കാലോലിച്ചു നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ തുറന്നു തന്നെ പറയുകയാണ്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അവസാനിപ്പിക്കുകയാണ്. രാജ്യത്തിൽ ചെന്നപ്പോൾ അവിടെ ഈ മലബാറുകാരായ കുറച്ച് വ്യവസായികൾ ചെറുപ്പക്കാരെ പതരം ബിൽഡേഴ്സ് ഒരു കൃഷിയായിട്ട് സംസാരിച്ചു. പുള്ളിയുടെ സ്റ്റാഫിൻ്റെ ജാതി പാർട്ടിയാണ് ഞാൻ ചോദിച്ചു. പുള്ളി ആദ്യം പറഞ്ഞു ഞങ്ങൾ ജാതി നോക്കാൻ കൊടുക്കാറില്ല. അത് നോക്കാറില്ലായിരിക്കും. എത്ര ദളിതരുണ്ട് ഇതിനൊരു ഓഫീസ് സ്റ്റാഫ്? ഇല്ല, ഇല്ലായിരിക്കും. ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ അവ്യക്തമായ മറുപടികൾ. അപ്പോൾ നിങ്ങളത് സത്യസന്ധ എന്ന് പരിശോധിക്കും. നിങ്ങളെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഗൾഫിൽ വന്ന് വലിയ ബിസിനസ്സാണ്. എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു വരുന്ന നയമാർഗം വലിയ പോസ്റ്റ് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം കൊടുക്കും. അതിനകത്ത് 50% പൈസ അവർ RSSന് കൊടുക്കും. RSS ശക്തിപ്പെട്ടു നിന്റെ സഹോദരനും കേരളത്തിൽ വിട്ടും. ഇതല്ലേ നടക്കുന്നതായാലും നിനക്കെന്നത് മനസ്സിലാവാത്തത് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് നേരിട്ട് ചോദിക്കും. അത്രമേൽ ശ്രദ്ധാലുക്കളായിരിക്കുന്ന ഘട്ടമാണ്. നമ്മൾ തന്നെ തീറ്റിപ്പോയി. മലയാളികളെ നമ്മൾ തന്നെയാണ് തീറ്റിപ്പോയി. അത് എന്നെ വെട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നും അകത്ത് ഒരു വെളിച്ചം ഈ സമുദായങ്ങളിൽ ഉണ്ടാവണം. അത് മാത്രമാണ് നമ്മൾ